DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധാർ കാർഡ് ഉള്ളവരെല്ലാം ഈ മാർച്ച് മാസം മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിരവധി മാറ്റങ്ങളാണ് ആധാർ കാർഡിൽ എത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ആധാർ അധിഷ്ഠിതമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പല സേവനങ്ങളും ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആധാർ കാർഡിലെ വിവരങ്ങൾ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മുതൽ ഒരാൾക്ക് തൻ്റെ ജീവിത കാലയളവിൽ 2 തവണ മാത്രമേ ആധാറിലെ പേര് മാറ്റാൻ സാധിക്കൂ എന്ന് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. ആധാറിലെ ജനനത്തീയതി തിരുത്തുന്നതിനും കർശനമായ നിയന്ത്രണമുണ്ട്. പുതിയ നിയമപ്രകാരം ഒരാൾക്ക് 1 തവണ മാത്രമേ ജനനത്തീയതിയിൽ മാറ്റം വരുത്തുവാൻ അനുവാദമുള്ളൂ. തെറ്റായ വിവരങ്ങൾ ആവർത്തിച്ച് നൽകുന്നതും തട്ടിപ്പുകളും തടയാനാണ് ഈ നീക്കം. പേര്, ജനനത്തീയതി എന്നിവയിൽ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ആധാർ കാർഡിലെ വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിലവിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. താമസസ്ഥലം മാറുന്നതിനനുസരിച്ച് വിലാസം പുതുക്കാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും. ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിന് കൃത്യമായ രേഖകൾ നിർബന്ധമാണ്. ജനനത്തീയതി തിരുത്തുന്നതിന് ബർത്ത് സർട്ടിഫിക്കറ്റും വിലാസം മാറ്റുന്നതിന് വോട്ടർ ID, വൈദ്യുതി ബിൽ, ഗ്യാസ് ബിൽ അല്ലെങ്കിൽ പാസ്പോർട്ട് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകളും ഉപയോഗിക്കാം. അടുത്തറിയിപ്പ്: കുട്ടികളുടെ 5 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡുകൾ 7 വയസ്സിന് മുമ്പ് ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതാണ്. കൂടാതെ 15 വയസ്സിന് ശേഷവും നിർബന്ധമായും അപ്ഡേഷൻ നടത്തണം. ഇത് ചെയ്തില്ലെങ്കിൽ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. കുട്ടികൾ വളരുമ്പോൾ അവരുടെ വിരലടയാളം, ഐറിസ് രേഖ, മുഖലക്ഷണം എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും. 5 വയസ്സിന് മുമ്പ് ശേഖരിച്ച ബയോമെട്രിക് വിവരങ്ങൾ കുട്ടിക്ക് 7 വയസ്സാകുമ്പോഴേക്കും വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ നിർബന്ധമായും അപ്ഡേഷൻ നടത്തണമെന്ന് പറയുന്നത്. അതോടൊപ്പം 10 വർഷത്തിലധികം പഴക്കമുള്ള ആധാർ കാർഡുകൾ പുതുക്കേണ്ടത് സർക്കാർ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ അനിവാര്യമാണ്. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞവർ തങ്ങളുടെ തിരിച്ചറിയൽ രേഖയും വിലാസം തെളിയിക്കുന്ന രേഖയും ഓൺലൈനായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സമർപ്പിച്ച് വിവരങ്ങളുടെ കൃത്യതയ്ക്കായി ആധാർ പുതുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ വിവരങ്ങൾ കാലാനുസൃതമായി കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനാണ് ഈ നടപടി. കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്കും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനമാണ് നിലവിലുള്ളത്. 10 വർഷം കഴിഞ്ഞിട്ടും വിവരങ്ങൾ പുതുക്കാത്ത പക്ഷം ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷനും മറ്റും നടത്തുമ്പോൾ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇത് പെൻഷൻ ഗുണഭോക്താക്കൾ നടത്തുന്ന മസ്റ്ററിംഗ് പരാജയപ്പെടാനും ചിലപ്പോൾ കാരണമാകും. വിവരങ്ങൾ പുതുക്കാതിരുന്നാൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ നടക്കാതെ വരികയും അതുവഴി പ്രതിമാസ പെൻഷനുകളും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും തടസ്സപ്പെടുകയും ചെയ്യും. അതിനാൽ സർക്കാർ സഹായങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കാൻ ആധാർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ആധാർ കാർഡുകൾ സൗജന്യമായി പുതുക്കുന്നതിനുള്ള തീയതി 2026 ജൂൺ 14 വരെയാണുള്ളത്. അതിനാൽ അവസാന തീയതിക്ക് മുൻപായി സൗജന്യമായി പുതുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം ആധാറിൽ നിലവിലുള്ള മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. OTP അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾക്ക് ഇത് അനിവാര്യമാണ്. മൊബൈൽ നമ്പർ ചേർക്കാത്ത ആധാർ കാർഡുകൾ കൊണ്ട് പല സർക്കാർ സേവനങ്ങളും ലഭ്യമാകില്ല. കേരളത്തിലെ 16 ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമായിരിക്കും. ആനുകൂല്യങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്ന് തൊഴിൽ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആധാറിൻ്റെ അനിവാര്യത എല്ലാവരും മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.